ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. പുട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് ചെമ്മീൻ വെച്ചിട്ടോ അല്ലെങ്കിൽ മുട്ട മസാല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഉള്ളി മസാല വെച്ചിട്ടോ അങ്ങനെയൊക്കെയാണ് പുട്ടുണ്ടാക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് കൂന്തൽ വെച്ചിട്ടുള്ള മസാല വെച്ചിട്ട് കൂന്തൽ റോസ്റ്റ്, നല്ലൊരു അടിപൊളി കൂന്തൽ റോസ്റ്റ് വെച്ചിട്ടുള്ള പുട്ടാണ് കാണിക്കുന്നത്. ആ ഒരു പുട്ട് തന്നെ ഞാൻ 3 ടൈപ്പിലുള്ള പുട്ട് ഒന്നിച്ചാണ് കാണിക്കുന്നത് കേട്ടോ. 3 ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. അപ്പോൾ 3 എല്ലാവർക്കും ഇഷ്ടമാവും. എങ്ങനെയാണെന്നുള്ള നമുക്ക് നോക്കാം. കളറൊന്നും ചേർക്കണമൊന്നുമില്ല കേട്ടോ, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. എല്ലാവരും ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ് കേട്ടോ, അതും കൂടെ പറയണം. കളർ ചേർക്കാത്തത് മാത്രമല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പുട്ടും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ പുട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പാർട്ടികളിലോ അങ്ങനെയൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു കൂന്തൽ റോസ്റ്റ് വെച്ചിട്ടുള്ള പുട്ട് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ സുഖടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം കുറേ ആൾക്കാർ മെസ്സേജൊക്കെ അയച്ചിട്ട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞങ്ങളത് പ്രാർത്ഥിക്കുന്നുണ്ട് പെട്ടെന്ന് മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാം റാത്തായിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം, ഈ ഒരു പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഈ ഒരു കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കൂന്തൽ വാങ്ങിയിട്ട് വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ വൃത്തിയാക്കുന്നതിൻ്റെ മുന്നുള്ള വെയിറ്റാണ് ഞാൻ പറയുന്നത്, 1 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ വൃത്തിയാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ, 1/2 കിലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ ടൈപ്പ് കൂന്തലുണ്ട്, ഇങ്ങനത്തെ ടൈപ്പ്, അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ചെറിയ ടൈപ്പ് കൂന്തൽ തന്നെ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. നന്നാക്കാൻ കുറച്ച് പ്രയാസമാണ്, എന്നാലും നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ചെറിയ ടൈപ്പ് കൂന്തൽ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മസാലയാണ്, റോസ്റ്റാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ മാക്സിമം നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കാൻ നോക്കുക, അതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ വെച്ച് കൊടുത്തത്. ഇതിപ്പോൾ വലിയ സൈസിലുള്ള 2 ഉള്ളി അരിഞ്ഞതാണ്. അതിൻ്റെ ഒരു 3/4 ഭാഗം ഇട്ടിട്ടുണ്ട്, ഒരു 1.5 ഉള്ളി ഉണ്ടാവും, അത്രയാണ് ഞാൻ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വഴറ്റിയിട്ട് സോഫ്റ്റ് ആയാൽ മാത്രം പോരാ, ചെറുതായിട്ടൊന്ന് കളറും മാറണം, ചെറിയതായിട്ടൊന്ന് ബ്രൗൺ ആകുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഉള്ളിയൊന്നും അധികമായി പോകാനും പാടില്ല. ഈ ടൈപ്പിൽ തന്നെ അരിയലാണ് ഇനി നല്ലത് കേട്ടോ. റോസ്റ്റ് ആകുമ്പോൾ നീളത്തിൽ അരിയണ്ട, ഇതാണ് നല്ലത്. അപ്പോൾ ഉള്ളി എടുത്ത അതേ മെഷർമെൻറ്റ് നമ്മളിപ്പോൾ ഏതൊരു പാത്രത്തിലാണോ ഉള്ളി അരിഞ്ഞത് എടുത്തതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ തന്നെ നമ്മൾ സെയിം ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ ഉള്ളി തക്കാളി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ 2 തക്കാളിയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളി പകുതിയിലധികം ഒന്നിങ്ങനെ മേശാകാൻ തുടങ്ങണ വരെ, ഒന്ന് കുഴയുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു പാകത്തിൽ മതി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയൊന്നും 1 ടേബിൾ സ്പൂണൊന്നും ഇല്ല, 1/2 തന്നെയാണ് അത് കേട്ടോ. ഞാനിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ 1/2 ടേബിൾ സ്പൂണാണ് 2 ഇട്ട് കൊടുത്തത്. ഇനി അതും ഒന്ന് ഇതിൻ്റെ കൂടെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചച്ചോയൊക്കെ മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊക്കെ പെട്ടെന്ന് ആവും കേട്ടോ, ഒരു 1 മിനിറ്റൊക്കെ മതി, പെട്ടെന്നായി കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കൂന്തൾ മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാട്ടി വെച്ചിട്ടുള്ള ഈ ഒരു മസാല ഇതുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആകുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫ്ലേവർ മൊത്തത്തിൽ ഇതിൽ വരണം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട, കാരണം നമ്മൾ ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത്ര മതി. ഇന്ന് ബാക്കി നമ്മൾ ലാസ്റ്റാണ് നമ്മളിപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ ഹൈ ആക്കി കൊടുക്കുക കേട്ടോ, ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക. നിങ്ങളെ അടുപ്പിൽ എത്രയാണോ മാക്സിമം നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുന്നത് വെച്ചാൽ അത്രയും കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിം ആക്കുന്ന സമയത്ത് ഈ കൂന്തളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ ഇത് കണ്ട ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീ ഹൈ ആക്കുന്ന സമയത്ത് ഈ ഒരു കൂന്തളിൽ നിന്ന് എത്രയാണോ വെള്ളം വരാനുള്ളതെന്ന് വെച്ചാൽ അത്രയും വെള്ളം നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ന് ഇറങ്ങി കിട്ടും. അപ്പോൾ ആ ഒരു വെള്ളം ഇറങ്ങണ വരെ വെയിറ്റ് ചെയ്യുക. ഫുള്ളായിട്ട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് കണ്ട നന്നായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങുന്ന മാക്സിമം വെള്ളം ഇറങ്ങണ വരെ വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ ഇറങ്ങി വരും കേട്ടോ. അത്രയും സമയം നമുക്ക് ആവശ്യമുള്ളൂ. ഹൈ ഫ്ലെയിമിലാണുള്ളത്, അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ തീ കുറയ്ക്കാൻ പാടില്ല, തീ മാക്സിമം ഹൈ ആയിട്ട് തന്നെ വെക്കുക. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഹൈ ഫ്ലെയിമിലാണ് ഇപ്പം തീ ഉള്ളത്. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു കൂന്തളൊക്കെ ഒന്ന് ചുരുങ്ങാനും തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ മാക്സിമം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. ഈ വെള്ളം കണ്ടിട്ട് നിങ്ങൾ ഇനി ബേജാറാവേണ്ടത്, വറ്റാൻ ഒരുപാട് സമയം എടുക്കുമെന്നൊന്നും, പെട്ടെന്ന് തന്നെ അത് വറ്റുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയൊക്കെ ഓരോരുത്തർ എരിവിനനുസരിച്ച് കുറച്ച് കൂടുതൽ ഉണ്ടാവുന്നതാണ് ഇതിന് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഗരം മസാലയാണ് ഇടുന്നത്, അതൊരു 1/2 ടീസ്പൂണാണ്. ഇതിപ്പോൾ 1/4 ടീസ്പൂൺ ആയതുകൊണ്ട് 2 പ്രാവശ്യം ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിന് നിർബന്ധമായിട്ട് വേണ്ടിയ ഒരു സാധനമാണ് ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറയുന്നത്. ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് സോസോ അല്ലെങ്കിൽ കെച്ചപ്പോ ഒന്നുമല്ല, ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇത് ചേർക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതേപോലെ തന്നെ കളറും എക്സ്ട്രാ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നല്ലൊരു കളറും വരും, നല്ലൊരു ടേസ്റ്റും വരും. അപ്പോൾ ഇതിനിപ്പോൾ ഒരു തരത്തിലും കിട്ടുന്നില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ 2 തക്കാളി ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ തോല് പോക്കിയിട്ട് വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ അത് ടൊമാറ്റോ പേസ്റ്റായി മാറും കേട്ടോ. അങ്ങനെയാണ് ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കുക.
അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആവും. അപ്പോൾ ഈ ഒരു പാകത്തിലാകണ വരെ ഒന്ന് നല്ലോണം ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ ഒരു ഇത് നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കിയും കൂടെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരു അരക്കപ്പ് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയിലൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇപ്പം നല്ല ഇതിൽ തന്നെയാണുള്ളത്. നല്ല ഇതിൽ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലേക്ക് കണ്ടോ, ഇതിലിപ്പം നല്ല തീരെ ഒന്നും വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഇങ്ങനെ പരത്തി വെച്ചതിന് ശേഷം സൈഡിൽ കൂടി ഒരു 2 സ്പൂൺ മതി കേട്ടോ, ചെറിയ 2 സ്പൂൺ മതി. അത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും കൂടിപ്പോകാൻ പാടില്ല, കാരണം കൂടിയാൽ നമ്മൾ പുട്ടിൽ ഭയങ്കരമായിട്ട് വെളിച്ചെണ്ണ ഉള്ള പോലെ തോന്നും. അതുകൊണ്ട് ഒരു 2 സ്പൂൺ മതി, 2 സ്പൂൺ അതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇത് ഇളക്കാൻ പോകണ്ട, ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു മീഡിയം തീയിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ അതാ ഇതിൻ്റെ സൈഡിൽ വെച്ച വെളിച്ചെണ്ണ കണ്ടോ, അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മൊരിയുമ്പോഴാണ് ഈ ഒരു റോസ്റ്റിന് പ്രത്യേക ടേസ്റ്റ് വരിക. കണ്ടോ, നടുവിലേക്കൊന്നും എത്തിയിട്ടില്ല, സൈഡിൽ മാത്രമാണ് നമ്മൾ ഒഴിച്ചത്. അപ്പോൾ അതൊന്ന് മൊരിയാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് മൊരിഞ്ഞ് 2 മിനിറ്റ് നേരം മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ കുന്തൽ റോസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കുന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീ നല്ല മീഡിയത്തിൽ തന്നെയാണുള്ളത്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റോസ്റ്റ് ഇവിടെ റെഡിയായി. പിന്നെ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കാൻ നിൽക്കരുത്. ഈ ഒരു പാകത്തിലാണ് വേണ്ടി. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. നല്ലൊരു ടേസ്റ്റിയാണ് ഈ ഒരു സമയത്ത് കഴിക്കാൻ തന്നെ. എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് തിന്നട്ടോ. ഈ ഒരു പുട്ടിന് വേണ്ടി മാത്രമൊന്നുമല്ല, പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പാകത്തിൽ തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം. ഭയങ്കരമായിട്ട് ഹാർഡായി പോകരുത്, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകരുത്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾ കുന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റട്ടെ. ഇനിയിപ്പോൾ നമ്മൾ പുട്ടിൻ്റെതാണ് നോക്കുന്നത്. പുട്ട് ഞാൻ പറഞ്ഞല്ലോ 3 ടൈപ്പിലുള്ള പുട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ 2 പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. 2ലേക്കും ഞാനിപ്പോൾ ഇവിടെ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടുള്ള പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അരി പൊടിച്ചിട്ടെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഓരോ കപ്പ് ഞാൻ ഓരോ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്, പിന്നെ 1 കപ്പും വേറൊരു പാത്രത്തിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അരി പൊടിച്ചിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ റെഡിമെയ്ഡ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തത്. 2 ഏകദേശം 1 കപ്പാണ് എടുത്തത്. അപ്പോൾ ഞങ്ങളെ ഭാഷയിൽ ഈ സുമാർ എന്ന് പറഞ്ഞാൽ ഏകദേശം എന്നാണ് കേട്ടോ അർത്ഥം. ഓൾമോസ്റ്റ് എൻ്റെ അടുത്ത് ആരോ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു, മാജിദ ഷർഫുദ്ദീനാന്ന് തോന്നുന്നു. അപ്പോൾ സുമാർ എന്ന് പറയുന്നത് ഞങ്ങളൊരു നാടൻ ഭാഷയാണ്, ഏകദേശം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചേർക്കാൻ വേണ്ടി പോണത് ഈ ഒരു പൊടിയാണ്. ഈ പൊടി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. മുരിങ്ങൻ്റെ ഇല കഴുകിയിട്ട് ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകുന്ന സാധനമാണ് ഈ ഒരു മുരിങ്ങൻ്റെ ഇല പൗഡർ. ഇപ്പോൾ മുരിങ്ങൻ്റെ ഇലയിലുള്ള ഔഷധ ഗുണങ്ങളൊന്നും ഞാൻ പറഞ്ഞറിയിക്കേണ്ടിയില്ല. അത്രയും എന്താ പറയുക, വിറ്റാമിൻസും മിനറൽസും എല്ലാം ഉള്ള അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പൗഡറാണ് ഈ ഒരു മുരിങ്ങൻ്റെ ഇല എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു 2.5 സ്പൂൺ മുരിങ്ങൻ്റെ ഇലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പാലക്കിൻ്റെ ഇല തിളപ്പിച്ചിട്ട് അതൊന്ന് അരച്ചിട്ട് അത് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 2ലും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ പുട്ടിനെ നനക്കൂല, അതുപോലെ ഒന്ന് നനച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഇതിന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു മുരിങ്ങൻ്റെ ഇലൻ്റെ ഇത് പൗഡർ നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ച മുരിങ്ങൻ്റെ ഇല ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇത് ഇങ്ങനത്തെ ഈ ഒരു പൗഡറായിട്ട് തന്നെ കിട്ടണം. ഇനിയിപ്പോൾ ഇതില്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പാലക്കിൻ്റെ ഇല തിളപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ചേർത്താൽ മതി. ഇതിപ്പം പുട്ടിന് നനക്കണ എല്ലാവർക്കും അറിയാമല്ലോ. ഒന്ന് കൈ കൊണ്ടൊന്ന് പിടിച്ചു കൊടുത്താൽ പിടിയാവുകയും വേണം, എന്നാൽ പൊടിച്ചാൽ പൗഡർ ആവുകയും വേണം. അതാണ് ഒരു പുട്ടിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ പുട്ടിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുഴയിലാണ്. വെള്ളം കൂടി പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. അതാണ് ഈ പുട്ട് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്നിങ്ങനെ പിടിച്ച് നോക്കിയാൽ ഇതിങ്ങനെ പിടിയായിട്ട് കിട്ടണം, എന്നാൽ പൊടിച്ചാൽ പൗഡറായിട്ട് മാറുകയും ചെയ്യണം. അതാണ് പുട്ടിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 തരത്തിലുള്ള പുട്ടിൻ്റെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 3ാമത്തതാണ് കാണിക്കുന്നത്. ഇപ്പോൾ 3ാമത്തെ എടുക്കാൻ വേണ്ടി ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട്. മിക്സിയിലേക്ക് ഗോതമ്പ് പൊടി ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ഗോതമ്പ് പൊടി എന്ന് പറയുന്നത് ഞാൻ പൊടിപ്പിക്കുന്നതാണ്. മില്ലിൽ കൊടുത്തിട്ട് പൊടിപ്പിച്ചെടുക്കുന്ന ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആട്ടപ്പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ആ ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളമൊക്കെ ഓരോരുത്തർ ഇതിനനുസരിച്ച് 1/4 കപ്പ് കറക്റ്റാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടിയിട്ട് മിക്സി ഒന്ന് പൾസ് ചെയ്തെടുക്കുക. പൾസ് ചെയ്യാൻ പറഞ്ഞാൽ ഒന്ന് നിർത്തി അടിക്കുക കേട്ടോ, ഓരോ സെക്കൻഡ് വെച്ചിട്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഗോതമ്പിൻ്റെ പുട്ട് ഇവിടെ റെഡിയായി. ഗോതമ്പിൻ്റെ പുട്ടിലേക്ക് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് ഇളക്കാൻ നിൽക്കരുത്, അപ്പോൾ ശരിയായി കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊരു പൊടി കുഴക്കണ പോലെയാണ് വരിക, അപ്പം തീരെ റെഡി ആവില്ല. പുട്ടിന് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കലാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അത് നമ്മളെ ഗോതമ്പിൻ്റെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുട്ടിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ 3 ടൈപ്പിലുള്ള മാവും ഇവിടെ റെഡിയാക്കിയതാണ്. ഇപ്പോൾ ഇത്
ഇനിയിപ്പം പുട്ടിന് വേണ്ടിയിട്ടുള്ള ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ചിരണ്ടിയ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതുകൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുട്ട് ഇടാൻ വേണ്ടി തുടങ്ങട്ടെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ വൈറ്റ് പുട്ടാണ് ചുടുന്നത്. അപ്പം ആദ്യം നമ്മൾ പുട്ടുംകുറ്റിയിലേക്ക് നമ്മൾ ചില്ലിട്ട് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കുമല്ലോ. ഏറ്റവും അടിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നാലും കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കുറച്ച് ഇത് എത്ര കഷ്ണമായിട്ടാണ് പുട്ട് വേണ്ടിയെന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മസാല വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 പീസ് പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. 4 സ്പൂണ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളടുത്തത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളെ കൂന്തൽ റോസ്റ്റ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ലെയറായിട്ട് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല. ഏറ്റവും അടിയിലും ഏറ്റവും മേലെ മാത്രമാണ് ഞാനിപ്പോൾ തേങ്ങ ചേർക്കുന്നത്. അപ്പോൾ അതാ കൂന്തൽ റോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ലെയറും നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 3 പീസായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. 3 പ്രാവശ്യം ഇടയിൽ 2 പ്രാവശ്യം മസാലയും വരും. പിന്നെ ഏറ്റവും അടിയിലും ഏറ്റവും മേലെ നമ്മൾ തേങ്ങയും വരും. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ അത് രണ്ടാമത്തെ കൂന്തൽ റോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ പുട്ടിൻ്റെ പൊടി പിന്നെ ഇട്ട് കൊടുക്കുക. ഏറ്റവും മേലെ നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങയൊക്കെ പുട്ടിൽ കുറച്ച് കൂടുതൽ ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ്. പിന്നെ ഈ ഗ്യാസിൻ്റെ പ്രശ്നം അസിഡിറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ ഒഴിവാക്കണതാണ് നല്ലത് കേട്ടോ. എന്നാലും പുട്ട് തിന്നുമ്പോൾ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ അതാ ഞാൻ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമ്മൾ പുട്ടുംകുറ്റി വെച്ച് കൊടുക്കുക. പുട്ടുംകുറ്റി അപ്പോൾ നന്നായിട്ട് ആവി വരാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ പുട്ടുംകുറ്റി വെക്കാവൂ കേട്ടോ. അപ്പോൾ അതാ പുട്ടുംകുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പുട്ട് ഹാർഡായിട്ടാണ് വരിക. അപ്പോൾ നല്ല സ്റ്റീം വന്നു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നേരം അങ്ങനെ തന്നെ സ്റ്റീം വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നല്ലോണം ഒന്ന് വേവട്ടെ. അപ്പോൾ അത് നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. നന്നായിട്ട് ആവി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ പുട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് സ്റ്റീം കൊടുത്തതാണിത്. ഇനിയിപ്പോൾ നമുക്ക് വൈറ്റ് പുട്ടാണ് ഞാനിപ്പോൾ ഫസ്റ്റ് കാണിച്ചത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഈ ഒരു പുട്ട് നല്ല ഏത് പുട്ടാണെങ്കിലും എനിക്ക് ചൂടോട് കൂടിയാണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം എന്നുള്ള എനിക്കറിയില്ല. എനിക്ക് പുട്ട് എപ്പോഴും നല്ല ചൂടോട് കൂടി തിന്നാനാണ് ഇഷ്ടം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ മുരിങ്ങേൻ്റെ ഇല പുട്ടാണ്. അപ്പോൾ ഞാനത് ഇടുന്നത് കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തത് ഇട്ട് അതേപോലെ തന്നെയാണ് രണ്ടാമത് ഇടേണ്ടത്. അത് പിന്നെയും കാണിക്കുന്നേരം നിങ്ങൾക്ക് ഇതൊരു ബോറടി ആയിട്ട് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. അപ്പോൾ അത് നമ്മളെ മുരിങ്ങേൻ്റെ ഇല പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂന്നാമത്തത് നമ്മളെ ഗോതമ്പ് പുട്ട്. അപ്പോൾ ഗോതമ്പ് പുട്ടും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് കാണിച്ച പോലെ തന്നെ അതേപോലെ തന്നെയാണ് ഈ രണ്ടിനും ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള 3 ഫ്ലേവറിലുള്ള 3 തരത്തിലുള്ള പുട്ടാണ്. അപ്പം ഭയങ്കര ന്യൂട്രീഷ്യസാണ്, റിച്ചാണ്, നല്ല ടേസ്റ്റിയാണ്, എല്ലാം കൊണ്ടും കേട്ടോ. നല്ല സ്പൈസിയാണ്. അപ്പോൾ ഈ ഒരു 3 ടൈപ്പിലുള്ള പുട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പറയലുണ്ട് എൻ്റെ വീഡിയോന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. നോട്ടിഫിക്കേഷൻ വരേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്നത്. റെഡ് കളറിലുള്ള സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്. അപ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ ഓപ്ഷൻ ഉണ്ടാവും. ഓൾന്ന് പേഴ്സണൽ അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പുട്ടിന് ഇനി എക്സ്ട്രാ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഈ ഒരു കൂന്തലിൻ്റെ റോസ്റ്റ് കുറച്ച് സൈഡിൽ വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പുട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറന്നു വരുത്. നിങ്ങളെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം. അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ് നിങ്ങളെ കമൻസും ലൈക്കും ഒക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.